ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആവണി യോ വാച്ചിങ് ആവണി ഹൗസ് വേൾഡ്. അപ്പോൾ ഗൈസ്, ഒത്തിരി നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതുമല്ല, ഇതെൻ്റെ 2026 ഫസ്റ്റ് ലോങ് വീഡിയോ ആട്ടോ. ബട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 2025 ബട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി ഗൈസ്. ഇതെൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിലും പറയാം. ഇത് പൊന്നൂൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചും പിന്നെ ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം +2 കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അതും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മീറ്റായിരുന്നു. അങ്ങനെ അതും കൂടെ ഒരു ചെറിയ വ്ളോഗായിട്ട് മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പൊന്നൂൻ്റെ ബർത്ത്ഡേനെ പറ്റി പറയാനാണെങ്കിൽ, കഴിഞ്ഞ വർഷം വരെ December 26 ആയിരുന്നു കേട്ടോ അവളുടെ ബർത്ത്ഡേ. ബട്ട് ഈ വർഷമായപ്പോൾ അത് December 27 മാറി. അപ്പോൾ അതൊരു ചെറിയ ഡേറ്റിൻ്റെ വ്യത്യാസം കേട്ടോ. അപ്പം ഞങ്ങൾ അവളെ കളഞ്ഞു കിട്ടിയ ഡേറ്റ് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവളെ കുറേ കളിയാക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നാണെങ്കിൽ അവളുടെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 10th പഠിച്ചവരാണെങ്കിലും +2 പഠിച്ചവരാണെങ്കിലും പിന്നെ ഞാനാണെങ്കിലും മുത്താണെങ്കിലും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാമി ഉണ്ടാക്കിയ ഒരു അടിപൊളി പായസവും കുടിച്ചു, പിന്നെ കേക്കെല്ലാം മുറിച്ചു. അപ്പോൾ ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. കേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എന്നിട്ട് അവൾ തന്നെ എല്ലാവരെയും കൊണ്ട് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേയും പഠിപ്പിച്ചു ഗൈസ്. ഈ മെഴുകുതിരി കത്തിക്കുന്ന കാര്യം കണ്ടപ്പോൾ ഞാനൊരു കാര്യം ഓർത്തെ. ഞങ്ങൾ ഇന്നലെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് റിബൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. റിബൺ കുറച്ച് വലുതായതുകൊണ്ട് കട്ട് ചെയ്ത് റിബൺ ബോ പോലെ ആക്കാനായിട്ട് ചെറിയ ചെറിയ പീസാക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ മെഴുകുതിരി അവിടെ വെക്കുകയും ചെയ്തു. എന്നിട്ട് അതിനെപ്പറ്റി ശ്രദ്ധിച്ചതുമില്ല. എന്തോ ഭാഗ്യത്തിനും വീട് കത്തിയില്ല. അവിടെ ഇരുന്ന് സെല്ലോ ടേപ്പ് കത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആരെയും അറിയിക്കാതെ നൈസിന് അതിലൊക്കെ വെള്ളം ഒഴിച്ച് ഈ ഒരൊറ്റ കാരണമാണ് കേസ് കൊച്ചിലെ തന്നെ ഞങ്ങളെ 2 സ്കൂളിലാക്കേണ്ടി വന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു May God bless you, dear. May God bless you, dear. Happy birthday, happy അങ്ങനെ പിന്നെ കേക്കെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, +2 ഫ്രണ്ട്സിനെ കാണാനായിട്ട്. കാരണം ഈ ഒരു ഡേറ്റ് മാത്രമേ ഞങ്ങൾക്ക് അത്യാവശ്യം കുറേ പേർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം എല്ലാവരും പല വഴിക്കായതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തൊട്ട് എല്ലാവർക്കും അവരവരുടെ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ആക്ച്വലി ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റായിരുന്നു കേട്ടോ. ബട്ട് ഒരു കുറേ നാൾ മുന്നേ തന്നെ ഞാനും പവും കൂടെ, കുറേ നാൾ മുന്നേ എന്ന് പറയുമ്പോൾ ഇക്കഴിഞ്ഞ ഓണത്തിന് ഞാനും പവും കൂടെ ഒരു സ്ഥലം പ്ലാൻ ഇട്ടതാട്ടോ. ബട്ട് അത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ക്രിസ്മസിന് സെറ്റാക്കാം. ബട്ട് സീരിയസ്ലി ഗൈസ്, അത് ഇപ്രാവശ്യം ഫ്ലോപ്പായിപ്പോയി. കാരണം എല്ലാവരെയും അവിടോട്ട് വിടാത്തത് കൊണ്ടും ഇവിടുന്ന് ഒരിച്ചിരി ദൂരം ഉള്ളത് കൊണ്ടും ഞങ്ങൾക്ക് അവിടെ പോകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ ആസ് യൂഷ്വൽ കടയ്ക്കൽ പാർക്കിലേക്ക് പോയി മീറ്റ് ചെയ്തു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും പേർക്കും കൂടി ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പെട്ടെന്നാട്ടോ തീരുമാനിച്ചേ. വൈകിട്ട് പോവാം എന്നുള്ളതൊരു രാവിലെ ആയിരിക്കും എല്ലാവരും കൂടെ വിളിച്ച് ചോദിച്ച് സെറ്റാവണത്. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ, നോർമലി എവിടെ പോയാലും ഞാനാട്ടോ എല്ലാവരെയും പോസ്റ്റ് ആക്കാറ്. ബട്ട് ഇപ്രാവശ്യം എനിക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത്. 4 മണിക്ക് പറഞ്ഞിട്ട് എല്ലാവരും വന്നപ്പോൾ നല്ല ലേറ്റായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പവും കൂടെ പിന്നെ കുറേ നേരം തേരാപ്പാര അങ്ങനെ അവിടെ ഇങ്ങനെ നടന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലിയയും ഗാഥയും കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം എടുത്ത വീഡിയോ കിട്ടാത്തത് കൊണ്ട് തന്നെ രണ്ടാമത് ഒന്നും കൂടെ എടുത്തു. അപ്പോൾ ആക്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ആക്ട് ചെയ്യുന്ന, ഇത്ര അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് ആക്ട് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കാര്യം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ കടയ്ക്ക പാർക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കം യൂട്യൂബറിനെ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പം ഇങ്ങനെ നോർമലി എല്ലായിടത്തും ചോദിക്കില്ലേ ഫോളോ ചെയ്തിട്ടുണ്ടോയെന്ന്, അതുപോലെ വന്ന് ചോദിച്ചതാട്ടോ. ബട്ട് ആക്ച്വലി ഞങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു ഗൈസ്. ആ ചേട്ടനാട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. ബട്ട് അപ്പോൾ ഫോളോ ചെയ്താലും ഞങ്ങൾക്ക് ബ്രോസ്റ്റഡ് തരാമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ബ്രോസ്റ്റഡ് തന്നു ഗൈസ്. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല ഇതുപോലെയൊക്കെ ആരെങ്കിലും ഞങ്ങളും വഴിയിലൊക്കെ നിൽക്കുമോ എന്ന് ചോദിച്ചെങ്കിലെന്ന്. അപ്പോൾ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. പിന്നെ നേരെ കടയ്ക്ക് പാർക്കിൽ ചെന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിച്ചും അമലും പോയിട്ടുണ്ടോ, അതേ നാട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ആ ഒരു ദിവസം നാട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ അവരുടെ അടുത്തും കൂടെ പാർക്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ലാതെ അന്ന് മീറ്റ് ചെയ്തു കേട്ടോ. ഇപ്പം എല്ലാവരും അവരവരുടെ പഠിക്കേണ്ട സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി മീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ വെക്കേഷൻ ആവണം, അല്ലെങ്കിൽ ഓണോ ഇതുപോലെ ക്രിസ്മസോ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ പറയണ വെക്കേഷനൊന്നും എല്ലാവർക്കും അവധി കാണണം എന്നില്ല. അപ്പം നമുക്കങ്ങനെ മീറ്റ് ചെയ്യണ കാര്യവും പോസിബിൾ ആയിരിക്കത്തില്ല.
പിന്നെ ഞങ്ങൾ ഒത്തിരി ട്രിപ്പ് പോകാനുള്ള കാര്യമൊക്കെ ഇങ്ങനെ പ്ലാൻ ഇടും കേട്ടോ. അതുപോലെ ഒരു ഗ്രൂപ്പ് ഉള്ളതിൽ എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് പോവാം, ഗേൾസ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഷെയറൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങൾ ഇതുവരെ എങ്ങും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബട്ട് ഒരു ദിവസം എവിടെയെങ്കിലും ഗേൾസ് ഓൺലി ട്രിപ്പ് പോകണം എന്നൊരാഗ്രഹമുണ്ട്. നടക്കോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം എല്ലാം കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിരിയാമെന്ന് പറഞ്ഞിങ്ങനെ നിന്നപ്പോൾ കേട്ടോ റിയലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ ആമിയെ കണ്ടു. അങ്ങനെ ആമിയും ഒത്തിരി നാൾക്ക് ശേഷമാണ് വരുന്നത്. ഇനി ഒരു 6 മന്ത് ശേഷം അവളും വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവളെയും കണ്ടു. പിന്നെ ഞാനും അവളും കൂടെ ഒരുമിച്ച് കടക്കിലൊക്കെ പോയിട്ടോ. പിന്നെ എനിക്ക് കുറച്ച് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കാരണം മെറ്റീരിയൽ എടുത്തിട്ട് അമ്മേനെ സോപ്പിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കിട്ടി. ബട്ട് ഇത്രയും ലാഗായിട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഈ ഡ്രസ്സാട്ടോ ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായി. പിന്നെ അതിനുശേഷം ഞാൻ ശ്രീകാന്തിനെയും കൈലാസിനെയും മീറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് പിന്നെ വരുന്നവരേക്കും ബൈ ബൈ.